Namaskaram. I am Kamarunisa from Malappuram. I am BJP Minority Upadhyaksha. Today I am going to talk about something about BJP. More people, they have doubt why I entered this BJP. Well, she is Muslim or not. They have lot of doubt. So okay, I am ready to willing this answer. ഞാൻ എന്തുകൊണ്ടാണ് ബി ജെ പിയിലേക്ക് വന്നതെന്ന് ചോദിച്ചാൽ ക്ലിയർ കട്ടായിട്ടുള്ള ഒരു ആൻസർ എൻ്റെ കയ്യിലുണ്ട്. റീസൺ ഞാൻ എപ്പോഴും പറയുന്നത്, ബിക്കോസ് ഐ എം എ മൈനോറിറ്റിയിൽ നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഐ ഓൾവേസ് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മുസ്ലിംസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ബി ജെ പി സർക്കാരാണ്. ഒന്ന് മുത്തലാഖ് ബില്ല് ഇവർ പറയുന്നത്, ഇവിടെയുള്ള മുസ്ലിംസിലെ ചില വിഭാഗം പറയുന്നത് ഇത് എഗെയിൻസ്റ്റ് മുസ്ലിം. ബട്ട് അത് ഒരിക്കലും സാധ്യമല്ലാത്തൊരു കാര്യമാണ്. കാരണം അത് ബി ജെ പി സർക്കാർ ഇവിടെയുള്ള മുസ്ലിം സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. ഒരുപാട് മുത്തലാഖ് ബില്ല് പഴയ കാലത്ത് പറയുന്നത് പോലെയല്ല. അതിൽ സ്ത്രീകൾ വളരെ മൃഗീയമായി തന്നെ അവരുടെ അവകാശങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ട് അവർ തലാഖിന് ഇരയാവുകയും ചെയ്യുന്നത്. ബിക്കോസ് ഇപ്പോൾ സെൽഫിഷായ ഒരു കാലഘട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് ഈ ഒരു ബില്ലിന് അതിന് എക്സ്ട്രീം ലെവല് അതിന് പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ഒരു മുത്തലാഖ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലീഗൽ ആയിട്ട് അത് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മുന്നേ അത് പറ്റുണ്ടായിരുന്നില്ല. അത് സ്ത്രീകളുടെ പ്രൊട്ടക്ഷൻ, നാരീ ശക്തി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എവിടെ നാരീസ്തു പൂജന്തോ രമന്തോ തത്ര ദേവത എന്നൊരു ശ്ലോകം ഉണ്ട്. ഞാനത് ഫുള്ള് പറയുന്നില്ല. എവിടെ നാരികൾ പൂജിക്കപ്പെടുന്നു അവിടെ ദേവന്മാർ വസിക്കുന്നു. ആ ഒരു ശ്ലോകം എടുത്തുകൊണ്ട് തന്നെ എല്ലാ ജാതി മത രാഷ്ട്രീയ വർഗ വർണ്ണം ഭേദമന്യേ എല്ലാവർക്കും സംരക്ഷണം ഒരുക്കുക. സബ്കാ സാത്ത് സബ്കാ വിശ്വാസ് സബ്കാ വികാസ് എന്നാണ് മോദി സർക്കാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ലെവലിൽ ഭാരതീയ ജനതാ പാർട്ടി എന്നാണ് ബി ജെ പിയുടേത്, ഭാരതീയ ഹിന്ദു പാർട്ടി എന്നല്ല. സോ ബി ജെ പി എന്ന് പറഞ്ഞാൽ ഭാരതത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഈക്വൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. വി ആർ ഹ്യൂമൻ ബീയിങ്, സോ വി ഗെറ്റ് ഈക്വൽ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അതിൽ നിന്നും ഇവിടെ ഓരോ പൊളിറ്റിക്കൽ പാർട്ടി ദേ മിസ്ലീഡ് പീപ്പിൾ ബിക്കോസ് ദേ നീഡ് വോട്ട്. ഒരു തവണ ബി ജെ പി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പീപ്പിൾ ഗെറ്റ് ഡെവലപ്മെൻറ്റ്. ഇവിടെ കാസർഗോഡാണെങ്കിൽ അവിടെ ഡെവലപ്മെൻറ്റ് വരും. അത് കാണുമ്പോൾ പിന്നീടും ജനങ്ങൾ ബി ജെ പിക്ക് തന്നെയാണ് വോട്ട് കൊടുക്കുക. അപ്പോൾ അത് മറ്റുള്ള പൊളിറ്റിക്കൽ പാർട്ടി ദേ ഹാവ് ഫിയർ. അതുകൊണ്ട് അവർ മിസ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പീപ്പിളിനെ. ആ ഒരു ഭയത്തിൽ നിന്ന് അത് ആ ഒരു ഭയം ഇൻജക്റ്റ് ചെയ്തുകൊണ്ട് അതിൽ നിന്നും മുസ്ലിം വിഭാഗത്തെ മാറ്റി നിർത്താനാണ് കേരളത്തിലെ പൊളിറ്റിക്കൽ പാർട്ടീസ് ശ്രമിക്കുന്നത്. പക്ഷെ ഞങ്ങളൊക്കെ ക്ലിയർ കട്ടായിട്ട് കാര്യങ്ങൾ പഠിച്ചത് അങ്ങനെ ഒരു മുത്തലാഖ് ബില്ല് കൊണ്ടുവന്നു. എന്തുകൊണ്ട് അവർ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാൻ നിൽക്കുന്നു? സോ യൂണിഫോം സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ അതിൽ ആദ്യം എടുത്തു പോകുന്നത് സ്ത്രീകളുടെ, അതായത് പെൺകുട്ടികൾ മാത്രമാണ് ഉണ്ടാകുന്നതെങ്കിൽ അവിടെ ഫാദറിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടികൾക്ക് സ്വത്തവകാശം നിഷേധിക്കപ്പെടുന്നുണ്ട്. സോ ആ സ്വത്ത് പഴയ അതുകൊണ്ടാണ് പലരും ഇപ്പോൾ ഇന്ത്യൻ മാരേജ് ആക്ട് പ്രകാരം റീമാരേജ് ചെയ്യുന്നത് സ്വന്തം വൈഫിനെ തന്നെ. അപ്പോൾ ആ ഒരു ലെവലിൽ നിൽക്കുമ്പോൾ യൂണിഫോം സിവിൽ കോഡിൻ്റെ അണ്ടറിൽ വരുമ്പോൾ സ്ത്രീകൾക്ക് സ്വത്തവകാശം കിട്ടും. അത് അവർക്ക് ഇപ്പോൾ പാലക്കാട് ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി. സോ പബ്ലിക് റോഡിൽ ഒരു സ്ത്രീ നിസ്കരിക്കുന്നു. അത് അവരുടെ പ്രതിഷേധമായിരുന്നു. ദേ ലോസ്റ്റ് എവറിത്തിങ്. ഷീ ലോസ്റ്റ് എവറിത്തിങ്. ഷീ കാൻറ്റ് ലീവ് ഫിനാൻഷ്യലി. ഷീ ഈസ് വെരി ലോ ബിക്കോസ് അവരുടെ സ്വത്തും എല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു. അവരുടെ അവസാനത്തെ ഒരു ഇതായിരുന്നു ഈ പ്രതിഷേധ നിസ്കാരം. വാട്ട്സ് ദ റീസൺ ഫോർ ദാറ്റ്? നല്ല ഒരു നിയമം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ, ശരിയ ആക്റ്റിൽ ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ആ സ്ത്രീക്ക് അത് ചെയ്യേണ്ടി വരില്ല. പല സ്ത്രീകളും തെരുവിലാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഒക്കെ വരണമെങ്കിൽ മോദി സർക്കാർ തന്നെ നിൽക്കണം. അത് പല ആനുകൂല്യങ്ങളും കേരളത്തിൽ എത്തേണ്ടതുണ്ട്. ഇപ്പോൾ പല കാര്യങ്ങളും ഇവിടുത്തെ സർക്കാരിൻ്റെ സൈൻ വേണ്ടത് കേരള സർക്കാർ അത് ചെയ്യുന്നില്ല. കേന്ദ്രത്തിൽ പല സ്റ്റേറ്റുകളും അത് വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്.
അത് വരണമെങ്കിൽ നമുക്ക് ഇവിടെ BJP കേരളത്തിൽ വന്നാൽ തന്നെ നടക്കുകയുള്ളൂ. ഇവിടെ തന്നെ റോഡിൻ്റെ വികസനം എല്ലാവരും വി ഹാവ് ഡയറക്റ്റ്ലി എക്സ്പീരിയൻസ് ഹൈവേ എത്രയോ വെൽ ഡെവലപ്മെൻ്റ് ആയി കഴിഞ്ഞു. കാരണം മുന്നേ നമ്മൾ റോഡുകൾ മുന്നേ സർക്കാരുകൾ കോൺഗ്രസ് ഭരിച്ചു, എത്ര കാലം ഭരിച്ചു, ഒരു ഡെവലപ്മെൻറ്റും നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ആകെ 11 വർഷത്തിനുള്ളിൽ നമ്മൾക്കുള്ള ഡെവലപ്മെൻറ്റ് കാണണം. മുദ്ര ലോണുണ്ട്, സുകന്യ സമൃദ്ധി, സിംഗിൾ ഒരു കുട്ടിയാണെങ്കിൽ സിംഗിൾ ഗേൾ ചൈൽഡ് സ്കോളർഷിപ്പ്, കിസാൻ സമ്മാന പദ്ധതി, ഉജ്ജൽ യോജന, പ്രധാനമന്ത്രി ആവാസ് യോജന, എല്ലാത്തിലും കിസാൻ സമ്മാൻ ആകെ 6,000 വെച്ച് ഒരു പെർ ഇയർ എല്ലാവരുടെയും അക്കൗണ്ടിലെത്തിയിട്ടുണ്ട്. അഗ്രികൾച്ചർ വന്നിട്ടുള്ള എല്ലാവരുടെയും അത് 2,000 വെച്ചിട്ട് പെർ ഇയർ 6,000 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വാക്ക് മാത്രമല്ല, ആ വാക്ക് പറഞ്ഞത് അത് നടത്താനുള്ള ആർജവമുള്ള ഒരു ബിഗ് സർക്കാർ, അതാണ് കേന്ദ്ര സർക്കാർ. അവിടെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള പ്രൈം മിനിസ്റ്റർ, ദാറ്റ് ഈസ് പ്രധാനമന്ത്രി, ദാറ്റ് ഈസ് നരേന്ദ്രമോദിജി. അപ്പോൾ ആ ഒരു നരേന്ദ്രമോദിജിയുടെ ഗവൺമെൻറ് നിൽക്കുമ്പോൾ അവിടെയുള്ള ആനുകൂല്യങ്ങൾ ഇവിടെ എത്തിക്കുമെങ്കിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് വികസിത ഭാരതം. ഇവിടെ അവർ സ്റ്റേറ്റ് പ്രസിഡന്റ്, കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നു വികസിത ഭാരതം. ഇവിടെ നമ്മൾ പറയുന്നത് വികസിത കാസർഗോഡ്. അപ്പോൾ അശ്വിനി മേഡം കൊണ്ടുവന്ന ടോളിൻ്റെ കാര്യത്തിൽ അവർ വളരെ ബൃഹത്തായ ഒരു ഇടപെടൽ അവിടെ നടത്തിയിട്ടുണ്ട്. വെറും BJPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അവർക്ക് അത്തരത്തിലൊരു ഇടപെടൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ, അവരൊരു MLA ആയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി അവർക്ക് ഷീ ക്യാൻ ഡു എവറിഥിങ്. അവർക്ക് ഈ വികസനത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നുള്ളത് എക്സ്പീരിയൻസ്ഡ് ആണ് നമ്മൾ. അതുപോലെ തന്നെ സുരേന്ദ്രൻജി അവർ വന്നു കഴിഞ്ഞാലും മാറ്റങ്ങൾ ഞങ്ങൾ പ്രവൃത്തി മാത്രമാണ്. വാക്കുകളിൽ മോഹന വാഗ്ദാനങ്ങൾ നൽകുന്നതിനപ്പുറം വി ഹാവ് സ്ട്രെങ്ത് ടു ഡു ദാറ്റ്. അവിടെ നമ്മൾ വെറും മോഹന വാഗ്ദാനങ്ങൾ തരും. അത് ജയിച്ച് MLA MP ആയോ അതല്ലെങ്കിൽ മറ്റുള്ള തരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് ജനങ്ങളെ തിരിഞ്ഞു നോക്കാത്ത ഇതിലേക്കല്ല പോവാം. കൃത്യമായിട്ട് പ്ലാനോട് കൂടിയിട്ട് ഈ കാസർഗോഡിൻ്റെ വികസനത്തിനായാലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഒരു കാര്യം കേരളത്തിലെന്താ പറയുന്നത്, ഒന്ന് വികസിത കേരളം, വിശ്വാസ സംരക്ഷണം. അതിനകത്ത് ഒരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്, വികസിത കേരളം. ഇവിടെ ഇപ്പോൾ നടക്കുന്ന വിശ്വാസം കേരളത്തിൽ നമുക്കറിയാം. അയ്യപ്പൻ്റെ സ്വർണ്ണക്കട്ടത് നമ്മൾ അറിഞ്ഞു. ദൈവത്തെ പോലും ഏതൊരു മതം, ഞാനൊരു മുസ്ലിം വിശ്വാസിയാണെങ്കിലും അയ്യപ്പൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ആ അയ്യപ്പൻ്റെ സ്വർണം കക്കാൻ പോലും യാതൊരു മടിയില്ലാത്ത ആളുകളാണ് അവിടെ ഒരു വിശ്വാസിയായ ഒരു ഭക്തനാണ് ഇരുന്നതെങ്കിൽ ഒരിക്കലും അത് സംഭവിക്കില്ലായിരുന്നു. അവർക്ക് ആ ഭയം ഉണ്ടാവുമായിരുന്നു. ഞാനിതിൽ നിന്ന് മോഷിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ എന്നോട് ചോദിക്കുന്നുള്ള ഭയം ഉണ്ടാവുമായിരുന്നു. അതില്ലാത്ത ഒരാളെ കൊണ്ടുവരുത്തി അത് സ്വാർത്ഥവൽക്കരിച്ചു അതിൽ നിന്നും മോഷിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതില്ലാതെ ഈ വിശ്വാസങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വരേണ്ടത് ഇത്തരത്തിലുള്ള ഭാരതീയ സംസ്കാരങ്ങൾ, അത് രാജ്യത്തോട് കൂറുള്ള വ്യക്തികൾ തന്നെയാണ്. അവർക്കാണ് ഭാരതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്മയാണെന്നും ഭാരതത്തിലെ ജനങ്ങൾ നമ്മുടെ സഹോദരന്മാരാണെന്നും അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. നരേന്ദ്രമോദിജി ഒരിക്കൽ പറഞ്ഞു, ഞാൻ ഒരു നേതാവാണെന്ന് അദ്ദേഹത്തിന് പറയുന്നു. അദ്ദേഹം അതല്ല പറഞ്ഞു, ഞാൻ ഭാരതത്തിൻ്റെ സേവകനാണെന്ന്. ഓരോ പ്രവർത്തകനും നേതാവുന്നതിനപ്പുറം ഞാൻ പറയും, ഞാൻ ഭാരതത്തിൻ്റെ സേവകയാണ്. എനിക്കെൻ്റെ ഭാരതത്തിലുള്ള ഓരോ ജനങ്ങളോടും കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അവരെൻ്റെ സഹോദരന്മാരാണ്. ജാതി മത രാഷ്ട്രീയ വർഗ ഭേദമന്യേ അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി നിൽക്കാൻ കഴിയുന്ന 2 കാൻഡിഡേറ്റ്സിനെ ഇവിടെ കാസർഗോഡ് നമുക്ക് തന്നിട്ടുണ്ട്. അത് വിജയിപ്പിക്കേണ്ടത് ജനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ കേന്ദ്രത്തിലുള്ള കേന്ദ്രത്തിൻ്റെ അതല്ലെങ്കിൽ നമ്മുടെ കേന്ദ്രം കൊടുത്തിൽ നിന്നുള്ള പദ്ധതികൾ ഇവിടെ എത്തണമെങ്കിൽ നമ്മുടെ പ്രതിനിധികളായി കേന്ദ്രത്തിൽ സംസാരിക്കാൻ ജനങ്ങളുടെ പ്രതിനിധിയായി നിൽക്കുന്ന ആളുകളെ, അത് എൻ്റെ വോട്ട്, അത് അവർക്കുള്ളതാണ്, അത് എൻ്റെ അവകാശമാണ്, അത് നീതിയുക്തമായി ഞാൻ ഉപയോഗപ്പെടുത്തണമെന്ന് ഇവിടെയുള്ള ഓരോ ജനങ്ങളും ജാതി മത രാഷ്ട്രീയ വർഗ ഭേദമന്യേ ചിന്തിച്ച് വികസനത്തിന് വേണ്ടി ഇവിടെയുള്ള 2 BJPയുടെ കാൻഡിഡേറ്റ്സിനെ വിജയിപ്പിക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.
ഭാരതത്തിൻ്റെ വികസനമെന്ന് നരേന്ദ്രമോദിജി പറഞ്ഞു, കേരളത്തിൻ്റെ വികസനമെന്ന് രാജീവ് ചന്ദ്രശേഖർജി പറഞ്ഞു. അതേപോലെ തന്നെ കാസർഗോഡിൻ്റെ വികസനത്തിനായി നമുക്ക് തന്ന 2 കാൻഡിഡേറ്റ്സ് ഉണ്ട്, സുരേന്ദ്രൻജി അതുപോലെ അശ്വിനി മേഡം. ഇവിടെ തന്ന ഒരു കാൻഡിഡേറ്റ്സ് വനിതയാണ്. നാരീ ശക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള പാർട്ടിയിൽ കാണുന്നതിനേക്കാൾ അപ്പുറം വനിതാ കാൻഡിഡേറ്റ്സിന് തന്ന BJP നാരികൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം ഭൂമിയെ അമ്മയായി കാണുന്നത് പോലെ തന്നെ ഓരോ സ്ത്രീയും ദേവിയായി അവർക്ക് കൊടുക്കേണ്ട എല്ലാ റെസ്പെക്റ്റുകളും കൊടുത്തുകൊണ്ട് പലയിടത്തും നാരികളെ നിർത്തിയിട്ടുണ്ട്. അതിലൊരു നാരിയെയാണ് കാസർഗോഡ് നിർത്തിയ അശ്വിനി മാഡം. അപ്പോൾ അമ്മയോട് നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാം. അതുപോലെ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അതിന് കഴിയുന്നൊരു വ്യക്തിയാണ്. അവരെയും അതേപോലെ സുരേന്ദ്രൻജി, അവരും സ്റ്റേറ്റ് പ്രസിഡൻ്റ് ആയിരുന്നു, പല കാര്യങ്ങളിലും ഇടപെടലുകൾ നടത്തിയ ഒരു വ്യക്തിയാണ്. ഇവരെ 2 പേരെയും നിങ്ങൾ കാസർഗോഡിൻ്റെ വികസനത്തിനായി വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ആ ഓരോ നിങ്ങളുടെ വിരൽത്തുമ്പിലെ ഓരോ സമ്മതിദാനാവകാശവും അത് നിങ്ങളുടെ സംരക്ഷണത്തിനാണെന്നും നിങ്ങളുടെ വികസനത്തിനാണെന്നുമുള്ള ഉത്തമ ബോധ്യത്തോടെ നിങ്ങൾ താമര ചിഹ്നത്തിൽ NDA വോട്ട് ചെയ്യണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു. നന്ദി, നമസ്കാരം.